നെടുമങ്ങാട് താലൂക്കിൽ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട് വാർഡിലാണ് വിജയപരാജയങ്ങൾ അതിർത്തി കടന്നെത്തുന്നത്. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ്. കുറച്ച് കുടുംബങ്ങൾ വിതുരയിലെയും താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ള 138ഓളം കുടുംബങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരാണ്. നെടുമങ്ങാട് താലൂക്കിൽ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട് വാർഡിലാണ് വിജയപരാജയങ്ങൾ അതിർത്തി കടന്നെത്തുന്നത്. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. കുറച്ചു കുടുംബങ്ങൾ വിതുരയിലും താമസിക്കുന്നു. ബാക്കിയുള്ള 138ഓളം കുടുംബങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരാണ്. ഇപ്പോൾ ഉള്ളത് വോട്ടേഴ്സ് മൊത്തം 800 പേരാണ് ഉള്ളത്. അതിൽ ഒരു 50% ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്, വിതുര ബോണക്കാട് അവിടെ ആയിട്ടുള്ളത്. ബാക്കി ഒരു 40-50% തമിഴ്നാടിൻ്റെ 2 സൈഡിലായിട്ട് ആണ്. ഒന്ന് തെങ്കാശി അങ്ങോട്ട്, പിന്നെ ഒന്ന് നാർകോവിൽ, അങ്ങനെ 2 വശത്തായിട്ടാണ് ഇപ്പോൾ പരന്ന് കിടക്കുന്നത്. നമ്മൾ ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെ ഇങ്ങ് വോട്ടിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതുവരെയുള്ള ഇതിൽ. തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തേയില ഫാക്ടറിയും എസ്റ്റേറ്റും പ്രവർത്തിച്ചിരുന്ന ഉൾവന പ്രദേശമായിരുന്നു ബോണക്കാട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലെ ഭൂരിഭാഗം തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരും. ഇവർക്ക് റേഷൻ കാർഡും മറ്റു രേഖകളും ലഭിക്കുകയും ഇവിടുത്തുകാരായി മാറുകയും ചെയ്തു. പിന്നീട് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാതെ ഭൂരിഭാഗം തൊഴിലാളികളും അതിർത്തി കടന്നു മടങ്ങി. തെങ്കാശി, കടയം, നാഗർകോവിൽ, അംബാസമുദ്രം തുടങ്ങിയ ഭാഗങ്ങളിൽ താമസവുമാക്കി. ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇവർ വീണ്ടും ബോണക്കാടേക്ക് മടങ്ങി വരുന്നത്. പിന്നെ തമിഴ്നാട്ടിലുള്ള വോട്ടുകാർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അവരൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വരുന്നോ വരുന്നില്ലെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അവർ വരുന്നോ വരുന്നോ അറിയാവൂ. അഥവാ വന്നാലും ഇതിലെ ഒന്ന് ഇറങ്ങി ബുദ്ധിമുട്ടി നേരെ ഇവിടെ ഇഷ്ടം വോട്ട് കയറ്റി ഉള്ളവരുണ്ട്, അത്തരത്തോളം ഉള്ളവരുണ്ട്. എന്നാലും ബോണക്കാട്ടിൽ വന്ന് ഒരു 60% ഒരു 70% തമിഴ്നാട്ടിലുള്ളവരാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ വാർഡിൽ CPIM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിരുന്നത്. ഇത്തവണ ബോണക്കാട് വനിതാ SC സംവരണ വാർഡാണ്. ഇവിടുത്തെ തൊഴിലാളി കൂടിയായ CPIMലെ ഐ സുധയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആര്യചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. BJP സ്ഥാനാർത്ഥിയായി ഷൈജയും മത്സരിക്കുന്നു. വോട്ട് 799 വോട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ ഇതും നമ്മൾ ഈ ബോണക്കാട് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം വിതുരയിലോട്ടാണ്. ഇതിന് ഈ 18 ജില്ല ഇതിൽ വാർഡിലും ഉണ്ട്, നമ്മളെ ജില്ല കഴിഞ്ഞുണ്ട്, തമിഴ്നാടും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 10-700 വോട്ട് ഇവിടെ വരും. നല്ല വിജയം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ബോണക്കാടുള്ള വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിലുള്ള വോട്ടർമാരെയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടും നേരിൽ കണ്ടും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും. അതിർത്തി കടന്നെത്തുന്ന ഈ വോട്ടുകളാണ് ബോണക്കാട് വാർഡിൽ എല്ലായ്പ്പോഴും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.